ബലഹീനരുടെ അപേക്ഷകളും അനുതാപികളുടെ കണ്ണീരും മുൻഫലമായ കാഴ്ചകൾ പോൽ കൈക്കൊള്ളുവോനേ നിനക്കു സ്തുതി. സ്വർഗദൂതന്മാർ തന്നെ സ്തുതിയാൽ ഘോഷിക്കുന്നവനെ, ൂഴികളായവരിൽ നിന്ന് അളവില്ലാതെ നിനക്കു സ്തുതി. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. പ്രിയമുള്ളവരെ, 40 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടുകൂടി നമ്മുടെ കർത്താവിൻ്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങളിലേക്കും അതിനുശേഷം വിജയത്തിൻ്റെയും പ്രത്യാശയുടെയും നിറകുടമായ പുനരുത്ഥാന പെരുന്നാളിലേക്കുമുള്ള തീർത്ഥയാത്രയിലാണല്ലോ നാം ഏവരും. ഈ തീർത്ഥാടനത്തിൽ നാം ധാരാളം വ്യക്തികളെയും സമൂഹത്തെയും വിശുദ്ധ വേദ പാരായണത്തിൽ കൂടിയും ദൈവവചന മനനത്തിൽ കൂടിയും കണ്ടുമുട്ടാറുണ്ട്. പരിശുദ്ധ വലിയ നോമ്പിൻ്റെ 3-ാം ആഴ്ച നാം പരിചയപ്പെടുന്ന ഒരു സംഭവമാണ് ക്രിസ്തു തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്ന സംഭവം. ഇവിടെ കാണുന്ന 3 തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഒന്നാമതായി, പരാശ്രയത്തോടെ കഴിയുന്ന പക്ഷവാത രോഗി. കിടക്കയിൽ നിന്നും സ്വയം എഴുന്നേൽക്കുവാൻ കഴിയാതെ മറ്റുള്ളവരുടെ ആശ്രയത്തിൽ ജീവിക്കുന്നവൻ. നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ളവരെ നാം കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഒന്ന് സംസാരിക്കുവാൻ പോലും ആളെ കിട്ടാതെ നമ്മുടെ ഇടയിൽ ഹൃദയഭാരത്താൽ വിങ്ങിക്കഴിയുന്ന മാതാപിതാക്കളും, മദ്യത്തിനും മയക്കുമരുന്നിനും അകപ്പെട്ട് സ്വയം രക്ഷപ്പെടുവാൻ സാധിക്കാതെ ഞെരുങ്ങുന്ന യുവാക്കളും എല്ലാം ഈ ശ്രേണിയിൽപ്പെട്ടവരാണ്. രണ്ടാമതായി, വാതിൽ അടഞ്ഞു നിൽക്കുന്ന പുരുഷാരം. ദൈവസന്നിധിയിൽ നേരം പോക്കിന് വരുന്നവരാണിവർ. എല്ലാ കാര്യങ്ങളും കാണുവാനും അറിയുവാനും ആഗ്രഹമുണ്ട്. എന്നാൽ അത് ഉൾക്കൊള്ളുവാൻ മനസ്സും താല്പര്യവുമില്ലാതെ കഴിയുന്നവർ. അവർ അകത്ത് കടന്ന് അനുഗ്രഹം പ്രാപിക്കുകയുമില്ല, ആരെയും അകത്ത് കടത്തുകയുമില്ല. അവർ ഒരേ സമയം ഓശാന വിളിക്കുകയും ക്രൂശിക്ക ക്രൂശിക്ക എന്ന് അട്ടഹസിക്കുകയും ചെയ്യുവാൻ മടിയില്ലാത്തവരാണ്. മൂന്നാമതായി, 4 പേരടങ്ങുന്ന നന്മ മരം. ശരണമില്ലാത്തവരെയും ആശയറ്റ് കഴിയുന്നവരെയും യേശുക്രിസ്തുവിൻ്റെയും സന്നിധിയിലേക്ക് ആനയിക്കുവാനുള്ള ഉത്തരവാദിത്വമുള്ള തീർത്ഥാടന സംഘം. സ്നേഹമാണ് അവരുടെ മുഖമുദ്ര, സേവനമാണ് അവരുടെ മുദ്രാവാക്യം, അന്യരുടെ ഭാരം ചുമക്കലാണ് അവരുടെ വഴിപാട്. സ്വയം സമർപ്പണത്തോടൊപ്പം മറ്റുള്ളവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ് അവരുടെ പരമമായ ലക്ഷ്യം. നോമ്പിൽ കൂടി ദൈവസന്നിധിയിലേക്കുള്ള തീർത്ഥാടനത്തിൽ നമ്മുടെ ഏവരുടെയും ലക്ഷ്യം ഇതായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ഇതിൽ ആരുടെ മുഖച്ഛായയാണ് കൂടുതൽ ഇണങ്ങുന്നത് എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുക. ഈ തീർത്ഥാടന യാത്രയിലൂടെ നന്മ മരങ്ങളാകുവാൻ നമുക്കിടയാകട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ.